ശ്രീ സി എം എൻ കാരശ്ശേരി, ഇവിടെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ സമരം ചരിത്രത്തിലെ ആദ്യ സമരമല്ല, അവിടേക്ക് സമരം പോകുന്ന ആദ്യമല്ല. ഇവിടെ പോലീസിനെതിരെ അതിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു കേസിൽ ജാമ്യം എടുത്തു. ഈ പൊതുമുതൽ നശിപ്പിച്ച കേസാണ്. സഭയ്ക്കകത്തെ കേസിലേക്ക് കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ സർക്കാർ പോകുന്നുണ്ട്. ആ കേസ് മാത്രമല്ല, എ റഹീം അടക്കമുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾ പ്രതികളെ പൊതുമുതൽ നശിപ്പിക്കൽ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സർക്കാർ പല ആവർത്തി അപ്പീൽ പോയിട്ടുണ്ട്. ഇനി പോലീസിനെതിരെ ആണെങ്കിലോ, നേരത്തെ BRM ഷഫീർ പറഞ്ഞ അവിടെ ചാലക്കുടിയിൽ ITI തെരഞ്ഞെടുപ്പിന് ശേഷം ഹെൽമെറ്റ് വെക്കാത്തതിന് പെറ്റിയടിച്ചു എന്നായിരുന്നു കുറ്റം. വണ്ടി അടിച്ചു പൊളിച്ച ആ കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞാൽ ആ പ്രതി ഇറക്കൊണ്ട് പോയ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർ പുറത്തുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ കോലാഹലമുണ്ടാക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തിനാണ് എന്ന സ്വാഭാവിക സംശയം അപ്പോഴുണ്ടായ ശ്രീ എം എൻ കാരശ്ശേരി ഒരു ദോഷകൃതർക്ക് പറഞ്ഞു കേട്ടത് ചില വാർത്തകൾ മറച്ചു വെക്കാനാണെന്നുള്ളതാണ്. ആലോചിച്ചപ്പോൾ രണ്ട് വാർത്തകൾ, പ്രധാന വാർത്തകൾ വന്നു. ഒന്ന്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി, അതിനകത്ത് കേസെടുത്ത വാർത്ത. രണ്ട്, കരുവന്നൂരിൽ P രാജീവിനെതിരെ ഒരു പ്രധാനപ്പെട്ട മാപ്പ് സാക്ഷിയുടെ മൊഴിയടക്കം പുറത്തു വരുന്ന വാർത്ത. ആ ദോഷകൃതർക്കിനെ കുറ്റം പറയാൻ പറ്റുമോ എൻ്റെ സംഭവം ആലോചിച്ചാൽ സി എം എൻ കാരശ്ശേരി? ഹാഷ്മി, എനിക്ക് ആദ്യം നമ്മുടെ കോടതിയിലുള്ള വിശ്വാസം ഒന്നുകൂടി ഉറപ്പിക്കുന്നതാണ് ഈ ജാമ്യം. ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ ശ്രദ്ധിച്ചപ്പോൾ എന്നെപ്പോലെ പലരും ആധിയുള്ളവരായിരിക്കും ഇയാൾക്ക് ജാമ്യം കിട്ടാതെ ആയിപ്പോകും. ഇപ്പോൾ ബിൽക്കിസ് ബാനു കേസിൽ ആ 11 പ്രതികളെയും അവരെ വെറുതെ വിട്ടയച്ചത് സുപ്രീം കോടതി റദ്ദാക്കി. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ നിയമവാഴ്ച നീതിപീഠം എന്ന് പറയുന്നത് സജീവമായിട്ടുണ്ട് എന്ന് ഉള്ള ഒരു ആശ്വാസം എന്നെപ്പോലുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത രീതി, നമ്മൾ കുറച്ച് മുമ്പ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് കരിങ്കൊടി കാണിച്ച SFIയുടെ നേതാവിനെയും വേറൊരു വനിതാ നേതാവിനെ അറസ്റ്റ് ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. ആർഷോ വരൂ, ഞാനാണ് പറയുന്നത്, വരൂ വരൂ എന്ന്. ഇതുപോലെ വനിതാ നേതാവിനോട് മോളെ കരയല്ലേ കരയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അറസ്റ്റിന് വഴങ്ങാം, എന്നോട് ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് രാഹുൽ പറയുമ്പോൾ അത് കണക്കാക്കാതെ പോലീസ് ബലം പ്രയോഗിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അതിൽ രാഷ്ട്രീയമായ വൈരനിര്യാതന ബുദ്ധി ഉണ്ടോ ഇല്ലേ എന്ന് ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഇതുകൊണ്ടുള്ള നേട്ടം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇങ്ങനെ പല അനുഭവമുണ്ട്. 48 കാലം തൊട്ട് പോലീസും കോൺഗ്രസ്സുകാരൊക്കെ അവരോട് കാണിച്ചുള്ള പല അക്രമങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് ഗുണകരമായി എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഭാഷയിലുള്ള കമ്മ്യൂണിസ്റ്റ് പച്ച എന്നുള്ള പ്രയോഗം. വെട്ടുംതോറും തഴയ്ക്കുന്ന ഒരു ചെടിക്ക് മലയാളികളിട്ട പേരാണത് കമ്മ്യൂണിസ്റ്റ് പച്ച. അപ്പോൾ ഈ തരം കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിന് വലിയ നേട്ടമാണിത്. യൂത്ത് കോൺഗ്രസ്സിന് പതിവില്ലാത്ത ഊറ്റവും കൊടുക്കുന്ന ഒന്നാണിത്. പിന്നെ കീഴ്വഴക്കം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ കാലവും CPM ഭരണത്തിലിരിക്കാൻ പോകുന്നില്ല, പ്രതിപക്ഷം ആകും. അപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ സമരം നടത്തില്ലേ? അപ്പോൾ എന്താണ് ഇപ്പം യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് ഭീകര സമരമാണ് പറയുന്നത് EP ജയരാജനാണ്. ആരാണ്? LDF കൺവീനറാണ്, CPMന്റെ ഏറ്റവും സമുന്നത നേതാക്കൾ ഒരാളാണ്. അത് ഭീകര സമരമാണെങ്കിൽ ഇനി CPM പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ SFI DYF നടന്ന സമരങ്ങൾ എല്ലാം രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന് പറഞ്ഞ് ഗാന്ധിയൻ സമരമാർഗം ചെയ്യാൻ പോവുകയാണ് അവർ. അല്ലല്ലോ കാരശ്ശേരി മാഷെ, ഒരു കീഴ്വഴക്ക പ്രശ്നം അതിൽ ഉണ്ടാവുന്നില്ലേ? ഉണ്ടാക്കി വെക്കുന്ന ഓരോരോ പരാമർശങ്ങൾ, ഓരോരോ രീതികൾ. അതെ, തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അസ്കർ ഇതിനു മുമ്പത്തെ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജീവിനോടും ശ്രീ ബാലഗോപാലിനോടും കാണിച്ച അന്യായങ്ങളെ പറ്റി പറയാണ്. അത്തരം അന്യായങ്ങൾ അവർ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും അന്യായം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്ത് ന്യായീകരണമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവരോ അന്യായം ചെയ്തു, ഞങ്ങൾ അന്യായം ചെയ്യുന്നില്ല. ഞങ്ങൾ നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ നീതിപീഠത്തെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ ജനാധിപത്യ മര്യാദയോട് കൂടി എല്ലാം ചെയ്യുകയുള്ളൂ എന്ന് പറയാനല്ലേ ഒരാൾ ഇരിക്കേണ്ടത്. അപ്പോൾ അസ്കർ പറയുന്ന അവരങ്ങനെ ചെയ്തു, പിന്നെ ഇങ്ങനെ ചെയ്താൽ എന്താണെന്നാണ്. ഇതിനു മുമ്പ് രാവിലെ അല്ലെങ്കിൽ രാത്രി ആരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കോൺഗ്രസ്സുകാരോ BJPക്കാരോ ചെയ്തൊക്കെ ശരിയാണ് തെറ്റാണെന്നുള്ളതല്ല നമ്മളിപ്പോൾ പറയുന്നത്. നമ്മളിപ്പോൾ പറയുന്ന കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനോട് ചെയ്തത് എന്താണെന്നാണ്. അപ്പോൾ എനിക്കിത് മനസ്സിലാവാത്തൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും കാണിക്കുന്ന ഒരു പ്രകടനമുണ്ട്. എന്താണത്? സമരം എന്ന് പറയുന്നത് തെരുവ് യുദ്ധമാണെന്ന് വരിക. ഇപ്പം നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ എന്താണിതെന്ന് മനസ്സിലാക്കേണ്ടത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ ഒരു സംഭാഷണത്തിന് വിളിക്കുന്ന പണി
ഒരിക്കലും ഇപ്പോൾ 7.5 കൊല്ലമാവാൻ പോവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് കേന്ദ്രത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ വേണമെന്ന് പറയുന്നത്. 99 സീറ്റ് കിട്ടി ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരിക്കലും ഇത് മറന്നു പോകില്ല, കാരണം അത്ര എനിക്ക് വിഷമമുണ്ടാക്കിയൊരു വാക്യമാണത്. പ്രതിപക്ഷത്തിൻ്റെ UDF പ്രസക്തി നഷ്ടപ്പെട്ടു. UDF ആണല്ലോ ഇവിടുത്തെ പ്രതിപക്ഷം. പ്രതിപക്ഷമില്ലാതെ എന്ത് ജനാധിപത്യമാണ്? അപ്പോൾ അദ്ദേഹം എന്താണ് പ്രശ്നം, വരൂ നമുക്ക് സംസാരിക്കാം എന്നാണല്ലോ പറയേണ്ടത്. ഇത് തെരുവിൽ തല്ലി തീർക്കേണ്ട എന്ത് രാഷ്ട്രീയ പ്രശ്നമാണ് കോൺഗ്രസിനും CPM തമ്മിലുള്ളത്, അല്ലെങ്കിൽ LDFനും UDFനും തമ്മിലുള്ളത്? അപ്പോൾ ഇത് വലിയ കഷ്ടമാണ്. ആ നവകേരള സദസ്സിൻ്റെ കാര്യത്തിൽ ഇതിൽ കൂടുതൽ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്നുള്ളതുകൊണ്ട് ഭരണപക്ഷത്തിനാണ് കൂടുതൽ ഉത്തരവാദിത്വം. ഇങ്ങനെ തെരുവിൽ തെറിവിളിയും അക്രമവും തെരുവ് യുദ്ധവും ഉണ്ടാക്കുക എന്നുള്ള അല്ല രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ SFIക്കാരാണെങ്കിലും KSUക്കാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും DYFI ആണെങ്കിലും ഒക്കെ ഈ ആയുധം കൊണ്ടാണോ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ആശയം കൊണ്ടല്ലേ? അപ്പോൾ അത്തരം ചർച്ചയ്ക്ക് വിളിക്കാത്ത എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് ഞങ്ങളെപ്പറ്റി നിങ്ങളുടെ പരാതി എന്ന് ചോദിക്കണല്ലോ. അതിന് പകരം കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ ഗൺമേൻ അടിക്കുന്നു, പോലീസ് അടിക്കുന്നു, DYFI അടിക്കുന്നു. അതിന് മുഖ്യമന്ത്രി ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പുച്ഛുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വാക്ക് പറയാൻ പറ്റുള്ളൂ. രക്ഷാപ്രവർത്തനം എന്ന് പറയാം, അതെൻ്റെ കൺമുമ്പിൽ നടന്നു, അതൊരു മാതൃകാപരമാണെന്ന് പറയാം. അപ്പോൾ എന്താണ് ഈ തെരുവ് യുദ്ധത്തിന് ആഹ്വാനം കൊടുക്കുന്ന മാതിരി പ്രതിപക്ഷക്കാർ സംസാരിച്ചാൽ തെറ്റാണ്, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി സംസാരിച്ചാൽ അതിനേക്കാൾ വലിയ തെറ്റാണ്. അതുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ എന്ത് വേണം? തൻ്റെ ഭരണകാലത്ത് ഇത്തരം അക്രമങ്ങൾ ഉണ്ടാവരുത്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ രീതി എന്ന് ആദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത് ആലോചിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. അതിന് അന്തരീക്ഷം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഭരണകക്ഷിക്കാണ്. അതിന് പകരം ഈ ബ്രെഡൻ കോളേജിൽ പഠിക്കുമ്പോൾ നടത്തിയ തല്ലുംപിടിയുടെ കഥകൾ പറയാണ്. എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കൂ. അതായത് താനൊരു ഗുണ്ടാത്തലവനായിരുന്നു എന്ന തരത്തിൽ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമുക്കൊക്കെ എന്തൊരു അവമാനമെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പറയൂ, ഞങ്ങൾ മറുപടി പറയാം, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തി ആ പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതിനെയാണ് രാഷ്ട്രീയമെന്നും ജനാധിപത്യം എന്ന് പറയാം. ഇതിപ്പോൾ TV കാണുമ്പോഴും പത്രം കാണുമ്പോഴും നവമാധ്യമങ്ങൾ കാണുമ്പോഴൊക്കെ തെരുവ് യുദ്ധങ്ങളെ നമ്മൾ കാണുന്നത്. ആളുകൾ തെറി വിളിക്കുന്നു, പിന്നെ സൈബർ പോരാളികൾ യാതൊരു അന്തസ്സും ഒരു നിലവാരമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നു, അസഭ്യം പറയുന്നു, അശ്ലീലം പറയുന്നു. ഇതൊക്കെയാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതൊക്കെ അരാഷ്ട്രീയതയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ 2 കാര്യം എപ്പോഴും പറയും. ഒന്ന്, ചരിത്രത്തെ പിടിച്ച് ആണയിടും. ബംഗാളിൽ നിന്ന് അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്താണ് ഇവർ പഠിച്ചത്, അല്ലെങ്കിൽ ത്രിപുരയിൽ നിന്ന് അതിൻ്റെ ചരിത്രത്തിൽ നിന്ന് എന്താണ് പഠിച്ചത്? ഇവരോട് പണ്ട് കോൺഗ്രസ്സുകാരും മറ്റുള്ളവരും കാണിച്ച അക്രമത്തിൽ നിന്ന് ഇവർക്കുണ്ടായ നേട്ടങ്ങൾ എന്താണ് എന്നിവർ എന്തുകൊണ്ടാണ് മറന്നു പോകുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് അഹിംസാനിഷ്ഠമാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഒരു വാക്കാണ്, ഡോണ്ട് ഫൈറ്റ്, ടോക്ക്. സംഘടന ഇതൊക്കെ ഉൾക്കൊണ്ട് MD വാസുദേവൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചും ED അമീനെ കുറിച്ചും ഒക്കെയാണ്. ഞാൻ തിരികെ BRM ഷഫീറിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം.